ഇന്ന് ലോജിക് ചാനലിൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ രണ്ട് ഫണ്ട്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, നമുക്ക് റിട്ടേൺസും നമുക്ക് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് റിസ്ക്കും കൂടുതലുള്ള ഏരിയ ആണ് സ്മോൾ ക്യാപ് കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലാർജ് ക്യാപ്പിനെയും നമ്മൾ മിഡ് ക്യാപ്പിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാറ്റഗറിയും കൂടിയാണ് സ്മോൾ ക്യാപ് കാറ്റഗറി എന്നുള്ളത്. അപ്പോൾ ഇന്ന് സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ രണ്ട് ഫണ്ട്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ പറ്റിയിട്ടായിരിക്കും നമ്മളിന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരൊക്കെ ഏതൊക്കെ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്നോട് ചൂസ് ചെയ്തേക്കുന്ന രണ്ട് ഫണ്ട്, ഒന്ന് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്, സെക്കൻഡ് വൺ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഫണ്ടിനെ പറ്റിയിട്ടുള്ള റിവ്യൂ നമുക്ക് നോക്കാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതലോ ഫണ്ട്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർ ചിലപ്പോൾ രണ്ട് ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഒന്ന് ലാർജ് ക്യാപ് കാറ്റഗറിയിലും ഒന്ന് മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, ചിലർ ചിലപ്പോൾ രണ്ട് സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരവരുടെ റിസ്ക് അനുസരിച്ചിട്ട് അവർ കാറ്റഗറി ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സെയിം കാറ്റഗറിയിലേക്ക് രണ്ട് ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് നിങ്ങൾ സെയിം കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന രണ്ട് ഫണ്ട്സും സെയിം സ്റ്റോക്സിലേക്കാണ് ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെയിം സ്റ്റോക്സിലേക്കാണ്, രണ്ട് ഫണ്ടും സെയിം സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ രണ്ട് ഫണ്ടും ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം രണ്ടിൻ്റെയും പെർഫോമൻസ് സെയിം ലെവലിൽ തന്നെ ആയിരിക്കും. കാരണം സെയിം സ്റ്റോക്സ് ആണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫണ്ടിൻ്റെ റിട്ടേൺ വരുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ചെക്ക് ചെയ്യണം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചൂസ് ചെയ്തേക്കുന്നത് സെയിം കാറ്റഗറിയിലുള്ള രണ്ട് ഫണ്ട്സ് ആണ്. അതായത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തും. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ നമ്മൾ രണ്ട് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നോക്കണം. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നോക്കിയിട്ട് ഇവർക്ക് എത്ര കോമൺ സ്റ്റോക്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ മെജോറിറ്റിയും ഇവർക്ക് കോമൺ സ്റ്റോക്സ് ആണെങ്കിൽ ഈ രണ്ട് ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. advisorcoach.com എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇൻ്റർഫേസ് ഇതായിരിക്കും. അതിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് റിസർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഫണ്ട്സിലെ കോമൺ സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിവിടെ 3 കോളംസ് ആണുള്ളത്. ഫസ്റ്റത്തെ കോളത്തിൽ സെലക്ട് കാറ്റഗറിയാണ്. അപ്പോൾ ഏത് കാറ്റഗറി ഫണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ ലാർജ് ക്യാപ്പ് ആണെങ്കിൽ നിങ്ങൾ ലാർജ് ക്യാപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ സെക്ടറൽ ഫണ്ട്സ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇനി സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചൂസ് ചെയ്യുന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഫണ്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തേക്കുന്ന ഫണ്ട് ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടും സെക്കൻഡ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഫണ്ട് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളറിൽ നിങ്ങളിവിടെ കാണിക്കുന്ന ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഫണ്ട് 1 കോമൺ വിത്ത് ഫണ്ട് 2. അതായത് നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും കോൺ സ്മോൾ ക്യാപ് ഫണ്ടിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2% മാത്രമേ കോമൺ സ്റ്റോക്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ 98%ഉം അൺകോമൺ സ്റ്റോക്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ കോമൺ സ്റ്റോക്സ് 2% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ രണ്ട് ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺ സ്മോൾ ക്യാപ് ഫണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം 98%ഉം ഡിഫറൻറ്റ് സ്റ്റോക്സിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് ഡിഫറൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ റിട്ടേൺസും അതുകൊണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ടറൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ICICI പ്രൂഡൻഷ്യൽ ടെക്നോളജി ഫണ്ടും അതുപോലെ തന്നെ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടും നമ്മളൊരു കമ്പാരിസൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ടെക്നോളജി സെക്ടറിൽ നല്ലൊരു ഫണ്ട്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്കിങ് പൊസിഷൻ നമ്മൾ കൊടുത്ത് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടാണ്. നമ്മളിവിടെ നോക്കിയിട്ടുണ്ട് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട്. നമ്മൾ സെക്ടറൽ ഫണ്ടിൽ ടെക്നോളജി ഫണ്ട് നമ്മൾ കൊടുത്തു നോക്കുക. ടെക്നോളജി കൊടുത്തു. അതുപോലെ തന്നെ ഫണ്ട് 1ൽ നമ്മൾ ICICI പ്രൂഡൻഷ്യൽ ടെക്നോളജി ഫണ്ട് നമ്മൾ കൊടുക്കുന്നു. ഫണ്ട് 2ൽ നമ്മൾ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സർ 92% ഇവർക്ക് കോമൺ സ്റ്റോക്സ് ആണുള്ളത്. അപ്പം നമ്മൾ ICICI പ്രൂഡൻഷ്യൽ ടെക്നോളജി ഫണ്ടിലും ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് സെയിം ആണ്. കാരണം 92%ഉം സെയിം സ്റ്റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എല്ലാം തന്നെ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിട്ടേൺസും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. ബട്ട് നമ്മൾ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിനായിരുന്നു റാങ്കിങ് പൊസിഷനിൽ ഫസ്റ്റ് കൊടുത്തത്. അപ്പം നമ്മളത് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാനുള്ള കാരണം എക്സ്പെൻസ് റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റാങ്കിങ് പൊസിഷനിൽ ഫസ്റ്റ് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് കൊടുത്തത്. കാരണം ICICI പ്രൂഡൻഷ്യൽ ടെക്നോളജി ഫണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആയിരുന്നു കുറവ്. അതുകൊണ്ടായിരുന്നു നമ്മൾ അതിന് ഫസ്റ്റ് റാങ്കിങ് പൊസിഷൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സെയിം സെക്ടറിൽ, ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതാണ്, നിങ്ങളിപ്പോൾ സെയിം സെക്ടറിൽ അതായത് സെയിം കാറ്റഗറിയിൽ 2 ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം പോർട്ട്ഫോളിയോ ഓവർലാപ്പാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നിങ്ങൾ നോക്കിയിട്ട് 2 ഫണ്ടിലേക്കും പോർട്ട്ഫോളിയോ ഓവർലാപ്പ് കോമൺ സ്റ്റോക്സുകൾ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 2 ഫണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ അതിന് മീനിങ് ഇല്ലാതെ ആയിപ്പോൾ. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെയിം സെക്ടറിലേക്ക് രണ്ട് കൂടുതൽ ഫണ്ട്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തും അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലും 2% മാത്രമേ കോമൺ സ്റ്റോക്സ് ഉള്ളൂ. അപ്പോൾ ഈ 2 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 ഫണ്ട്സിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് തന്നെ കമ്പാരിസൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 29 നവംബർ 2013 ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. ഇനി കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 7 ജാനുവരി 2013 ആണ്. അപ്പോൾ 2 ഫണ്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഓൾഡർ ആയിട്ടുള്ള ഒരു ഫണ്ട് നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വെച്ചിട്ടുണ്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.36%. നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.5%. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് റേഷ്യോ 2 ഫണ്ടിനും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ തന്നെയാണ്. കാരണം 2 ഫണ്ടും ഒരു 1% താഴെയാണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ബട്ട് ഈ 2 ഫണ്ടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിനാണ്. നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ ലോങ് ടേമിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്താണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കാം. അപ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് 8410.88 കോടിയാണ് ഈ ഒരു ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് 1517.18 കോടിയാണ്. അതുതന്നെ ഈ ഒരു ഫണ്ടിൻ്റെ NAV നമുക്ക് നോക്കാം. അപ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ NAV വരുന്നത് 64.49 ആണ്. അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ NAV വരുന്നത് 128.2944 ആണ്. ഇനി മാർക്കറ്റ് ക്യാപ് അലോക്കേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിന് നോക്കാം. അപ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിൽ ലാർജ് ക്യാപ് അലോക്കേഷൻ വരുന്നത് 0.33%, മിഡ് ക്യാപ് അലോക്കേഷൻ വരുന്നത് 4.42%, സ്മോൾ ക്യാപ് അലോക്കേഷൻ വരുന്നത് 67.33%. ഇനി നമ്മൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ ലാർജ് ക്യാപ് അലോക്കേഷൻ വരുന്നത് 8.47%, മിഡ് ക്യാപ് അലോക്കേഷൻ വരുന്നത് 7.15%, അതുപോലെ തന്നെ സ്മോൾ ക്യാപ് അലോക്കേഷൻ വരുന്നത് 71.7%. അപ്പോൾ ഈ 2 ഫണ്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ് അലോക്കേഷൻ കൂടുതലുള്ള കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലാണ്. അപ്പോൾ ഈ 2 ഫണ്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസ്ക് കൂടുതലുള്ള ഒരു ഏരിയ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഫസ്റ്റ് ഇയർ റിട്ടേൺ റേറ്റ് വരുന്നത് 23.4%, സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വരുന്നത് 46.39%, തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 37.74%, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 27.29%. ഇനി കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ ഫസ്റ്റ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 23.41%, സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 75.93%, തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 59.97%, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 34.95%. അപ്പോൾ SIP റിട്ടേൺ പാസ്റ്റ് 5 ഇയേഴ്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലാണ് നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ തേർഡ് ഇയറിലും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ടിന് നല്ലൊരു റിട്ടേൺ റേറ്റ്സ് തന്നെയാണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്.
ഇനി ലംസം റിട്ടേൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാസ്റ്റ് 5 ഇയേഴ്സിൽ ലംസം റിട്ടേൺസ് എങ്ങനെയാണ് വരുന്നത്. അപ്പം ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ ഫസ്റ്റ് ഇയർ റിട്ടേൺ റേറ്റ് വരുന്നത് 39.74%. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 31.44%. അതുപോലെ തന്നെ തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 32.74%. ഫിഫ്ത്ത് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 21.89%. ഇനി നമുക്ക് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ റിട്ടേൺ റേറ്റ്സും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന റിട്ടേൺ റേറ്റ് 55.53%. സെക്കൻഡ് ഇയറിൽ വന്നിരിക്കുന്ന റിട്ടേൺ റേറ്റ് 69.56%. അതുപോലെ തന്നെ തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 37.91%. അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 21.21%. അപ്പോൾ ലംസം റിട്ടേൺസും പാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ ചെക്ക് ചെയ്തുമ്പോൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലാണ് നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇനി സിൻസ് ഇൻസ്പെക്ഷനിൽ ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് നമുക്ക് റിസ്ക് റേഷ്യോസ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 23.05 നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 31.86. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കുറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഫണ്ടിന് എപ്പോഴും നല്ലത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നല്ലൊരു ഓപ്ഷൻ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് ലെസ് വോളറ്റൈൽ ദാൻ നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറയാൻ സാധിക്കും. അതായത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ലെസ് വോളറ്റൈൽ ആയിട്ട് നിൽക്കുന്ന ഫണ്ട് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിൻ്റെ ബീറ്റ വരുന്നത് 0.68 നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ വരുന്നത്. നമ്മുടെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലേക്ക് വരുന്നത് 1.94. അതുപോലെ തന്നെ ഷാർപ്പ് റേഷ്യോ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ വരുന്നത് 1.21. അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ വരുന്നത് 1.09. അത് ആൽഫ വരുന്നത് 12.55 ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ. അതുപോലെ തന്നെ നമ്മൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ വരുന്നത് 42.44. അപ്പോൾ നമ്മുടെ ആൽഫ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഫണ്ട് മാനേജ്മെൻറ്റ് പെർഫോമൻസ് ആണ്. അതിപ്പോൾ 0യുടെ മുകളിലേക്കാണെങ്കിൽ അത് ഓവർവെൽമിംഗ് എന്നും 0യുടെ താഴേക്കാണ് വരുന്നത്, നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അണ്ടർവെൽമിംഗ് ആണെന്നാണ് നമ്മൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺ സ്മോൾ ക്യാപിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് പെർഫോമൻസ് കൂടുതലായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുന്നത്. നമ്മൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ 2 ഫണ്ട്സാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പോൾ ഇവരുടെ ബേസിക് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മാർക്കറ്റ് അലോക്കേഷൻ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലംസം റിട്ടേൺ റേറ്റ്സും അതുപോലെ SIP റിട്ടേൺ റേറ്റ്സും പാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫണ്ടിൻ്റെ പാസ്റ്റ് 5 ഇയേഴ്സ് പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസ്ക് റേഷ്യോസ് വെച്ചിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ കോമൺ സ്റ്റോക്സുകൾ, അതായത് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്, ലാസ്റ്റ് 5 ഇയേഴ്സ് റിട്ടേൺ റേറ്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലാണ് റിട്ടേൺ റേറ്റ്സ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റീസെൻ്റ്ലി ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫണ്ടിൽ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ സിൻസ് ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്മോൾ ക്യാപ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോൾ ആ റിസ്ക് കൂടുതലുള്ള ഏരിയയിൽ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ടാണ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്. ഇപ്പോൾ റിസ്ക് കൂടുതലുള്ള ഒരു ഏരിയ തന്നെ ഹൈ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കമ്പാരിസൺ. അപ്പോൾ നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് 2 ഫണ്ടിൻ്റെയും കമ്പാരിസൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്ത 2 ഫണ്ട്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം.